രാജ്യതലസ്ഥാനത്ത് കലാപം അഴിച്ചുവിടുന്ന ദേശവിരുദ്ധ കൂട്ടായ്മയ്ക്കെതിരെ പ്രതിഷേധം പടരുന്നു. NDA MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചു. കലാപം അവസാനിപ്പിക്കണമെന്നും പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും NDA സംഘം ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, NDA MPമാരാണ് ഈ പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നതിനെതിരെ പ്രതിഷേധമുയർത്തുന്നത്. പാർലമെന്റ് കവാടത്തിൽ NDA MPമാർ പ്രതിഷേധ പരിപാടിയും നടത്തിയല്ലോ. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെ പാർലമെന്റ് സമ്മേളിച്ചപ്പോൾ തന്നെ സഭ സ്തംഭിപ്പിക്കാനാണ് പ്രതിപക്ഷം നീക്കം നടത്തിയത്. അങ്ങനെ സഭ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് 12 മണി വരെ സഭ നിർത്തിവെച്ചു. പിന്നീട് വീണ്ടും 12 മണിക്ക് ഇപ്പോൾ സഭ ചേർന്നപ്പോൾ വീണ്ടും സഭ അലങ്കോലപ്പെടുത്താൻ പ്രതിപക്ഷം ശ്രമിച്ചു. ഇപ്പോൾ 2 മണി വരെ സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും എല്ലാ വിഷയങ്ങളും സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും അതിന് ചെവി കൊടുക്കാതെ ഗോൾ പോസ്റ്റുകൾ മാറ്റി മാറ്റി സ്ഥാപിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കോൺഗ്രസിന്റെ ഈ നിലപാടുകൾ മാത്രമല്ല, വിദ്യാർത്ഥികളെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ വെച്ച് മുതലെടുക്കുന്ന ഈ കോൺഗ്രസിന്റെ ഈ നിലപാടിനെതിരെയാണ് NDA MPമാർ ഇന്ന് പാർലമെന്റ് കവാടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയം കളിക്കരുത് എന്നുള്ളതാണ് പ്രധാനമായും ഭരണപക്ഷ MPമാർ ഇന്നിപ്പോൾ മുദ്രാവാക്യം ഉയർത്തിയത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രത്യക്ഷ പ്രകടനമായിരുന്നു ഇന്നിപ്പോൾ പാർലമെന്റിന്റെ മുന്നിൽ MPമാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. യെസ്, വ്യക്തമാണ്. പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന NDA സഖ്യത്തിന്റെ നീക്കത്തിനെതിരെ NDA MPമാരാണ് പാർലമെന്റിന് മുമ്പിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.